ആനപ്പക നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇത് കണ്ടോൾട്ട് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളിലെ വീഡിയോ കണ്ടത്. ഇത് സംഭവം വെച്ചാൽ കഴിഞ്ഞ ദിവസം മുമ്പ് നമ്മളെ ചിക്കമംഗ്ലൂർ അവിടെ നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. അവിടുത്തെ CC ക്യാമറയിൽ കിട്ടിയ വീഡിയോ ആണ്. അത് മൊബൈൽ ഫോണിലൊരു സുഹൃത്ത് പോയി കിട്ടിയതാണ്. സംബന്ധിച്ചാൽ അവിടെയുള്ളൊരു വ്യക്തിയാണോ പുറത്തുനിന്ന് വന്ന വ്യക്തിയാണോ അറിയില്ല, കറക്റ്റ് അറിയില്ല. ഇത് എന്താണെങ്കിലും ആ ആനക്ക് അദ്ദേഹത്തിനോട് നല്ല കലിപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും ദൂരം ആ ഒരു ആന അയാളെ ചേസ് ചെയ്യില്ല. നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അദ്ദേഹം പ്രാണനെ വേണ്ടി ലാസ്റ്റ് പേടിച്ചിട്ട് ആ ഒരു വീടിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ ആന കുറേ സമയം അദ്ദേഹത്തിന് നോക്കി കലിപ്പാകുന്നതും കാണാൻ പറ്റും. അദ്ദേഹം താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം കട്ടപ്പുക ആക്കിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് ആ ഒരു വീടാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു വീട് അവിടെ ഇല്ലെങ്കിൽ എപ്പോഴേ ആന അയാളെ പിടിച്ച് എയറിലാക്കിയാനെ. ഇനി സംഭവം എന്താണെങ്കിലും ഈ ആനയോട് ആ ഒരു വ്യക്തി ചങ്ങായി ചെയ്തത് കാര്യമായിട്ട് എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അല്ലെങ്കിൽ ആന അദ്ദേഹത്തിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യില്ല. കാരണം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്ന ആനയെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ വീട് ഉണ്ടായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അയാളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പണ്ടേ ആകാശത്തിലേക്ക് പറഞ്ഞയച്ചേനെ. നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടുന്ന അറിവ് എന്തെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ശക്തരായ ഒരു എതിരാളിയോട് നമ്മൾ മുട്ടാൻ നിൽക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഇതുപോലെ ആനകളോട് മറ്റും. ഇനി നമ്മളെ പൈസയുണ്ട്, കാറുണ്ട്, ഇനി എന്തുണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഇതുപോലൊരു സാധനം നമ്മളെ മുമ്പിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യം കട്ട പോകുക തന്നെ. അതിൽ പൈസ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല കേട്ടോ. യഥാർത്ഥത്തിൽ അയാൾ ജസ്റ്റ് മിസ്സാണ് കേട്ടോ. ഇനി ആനയെ ഓടിത്തോൽപ്പിക്കാമെന്ന വിചാരം നമ്മളെ മനുഷ്യന്മാർക്ക് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പറ്റില്ല. കാരണം നമ്മൾ ആനയെ കാണുന്ന പോലെയല്ല, നല്ല ഓട്ടാണ് ആനക്ക്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വെച്ചാൽ നമ്മൾ ഒരിക്കലും ആനയെ പ്രകോപിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം ആനയോട് എന്തോ പൊറുക്കാൻ പറ്റാത്ത, അതായത് ആനക്ക് പൊറുക്കാൻ പറ്റാത്ത എന്തോ കാര്യമായി വലിയ തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അയാളെ ഈ ആന ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. പിന്നീട് ഈ ആന മടങ്ങിപ്പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്ന കാഴ്ച നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ആ ഒരു മനുഷ്യൻ ഈ ആനയോട് കാര്യമായിട്ട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്താ വ്യക്തമായ കാരണം എന്താ നമുക്കറിയില്ല. ഇനി അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ, ഇല്ലെങ്കിൽ അയാൾ ഈ സംഭവ സ്ഥലത്ത് തന്നെ ആന അയാളെ എയറിലേക്ക് കൊണ്ടുപോയോ എന്ന് നമുക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് ഈ ഒരു ആന കുറച്ച് ഡീസൻ്റായ ആന തോന്നുന്നു. അല്ലെങ്കിൽ ഈ ആന പണ്ടേ ഈ ഒരു ബിൽഡിങ് പൊളിച്ചിട്ട് അയാളെ പിടിത്ത് ഉടുത്തേനെ. ഇത് കണ്ടിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ. മിക്കവാറും സംഭവം എന്ന് വെച്ചാൽ അയാൾ അവിടെ പോയിട്ട് ആ ഫോറസ്റ്റ് ഏരിയയിൽ പോയിട്ട് ആനയെ വല്ല കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആന അയാളോട് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ ഒരു വഴിയും കാണുന്നില്ല. ഇനി എന്തൊക്കെയാണെങ്കിലും അയാൾ ഇനി ജീവിതത്തിൽ ഒരു മൃഗത്തിന് അയാൾ ആക്രമിക്കാൻ പോകില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ ആ ഒരു മനുഷ്യൻ അത്രമാത്രം പേടിച്ച് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അയാൾ തീർന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് തോന്നുന്നു വെച്ചാൽ കുറച്ചും കൂടി സമയം ആന അവിടെ ഉണ്ടെങ്കിൽ അയാൾ അറ്റാക്കായി തീർട്ടേ കേട്ടോ. ഇതാ നേരത്തെ ഞാൻ പറഞ്ഞത്, ആന തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മെല്ലെ ആ ബിൽഡിങ്ങിൻ്റെ പിറകിലേക്ക് ആന പോകുന്നതും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആന തിരിച്ചു വരുന്നതും കാണാൻ പറ്റും. നമ്മൾ മനുഷ്യന്മാരെ വിചാരം എന്ന് വെച്ചാൽ ഈ ഭൂമി എന്ന സാധനം മനുഷ്യന്മാർക്ക് മാത്രം ജീവിക്കാനുള്ള ഒരു ഗ്രഹം എന്നാണ് കേട്ടോ. എല്ലാ മനുഷ്യന്മാരല്ല, എന്നാൽ കൂടുതൽ മനുഷ്യന്മാരുടെ ചിന്താഗതി എങ്ങനെയാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള മൃഗങ്ങളോടെല്ലാം എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ നിൽക്കുമോ? അതിപ്പം മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും അവരെ എന്താ പറയുക ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ തിരിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യൂ. അതിൽ യാതൊരു സംശയവുമില്ല. അതിപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വെച്ചാൽ യാതൊരു കാരണമില്ലാണ്ട് നമ്മൾ മൃഗത്തിനെയോ ഇനി മനുഷ്യന്മാരെയോ ആരെയാണെങ്കിലും അറ്റാക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരവിടെ തീരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ എന്തിനീ ഭൂമിക്ക് പോരായിട്ട് നിൽക്കുന്ന ആവശ്യം? ഇതുപോലൊരു ആൾ മതി നമ്മളെ സമൂഹം തന്നെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട്.